ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ ട്യൂഷൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററായ സൗണ്ട് വേവ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനെ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തൊന്ന് നോക്കാം. അതായത് നമുക്ക് ഈ ചാപ്റ്ററിനെ 3 ഡിവിഷൻസ് ആക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ ഈ ചാപ്റ്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഓസിലേഷൻ ആണ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓസിലേഷനെ പറ്റിയിട്ടാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്ക് ഓസിലേഷൻ ആണ് വരുന്നത്. ഓസിലേഷന് ശേഷം പിന്നീട് വരുന്ന ടോപ്പിക്ക് വേവ്സ് അഥവാ വേവ് മോഷൻ ആണ്. വേവ് മോഷനെ പറ്റിയിട്ടാണ് പിന്നീട് അടുത്ത ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് സെക്ഷനിലാണ് ശരിക്കും സൗണ്ടിനെ പറ്റി, സൗണ്ട് വേവിനെ പറ്റി പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 3ആയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഓരോ 3 ടോപ്പിക്കുകളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഓസിലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓസിലേഷൻ? അപ്പോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പീരിയോഡിക് മോഷൻ ആണ്. ഓസിലേഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു പീരിയോഡിക് മോഷന് എക്സാമ്പിൾ ആണ്. എന്താ ഈ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സർട്ടൺ പീരീഡിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓസിലേഷനും എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് മോഷന് എക്സാമ്പിൾ ആണ്. ഈ പീരിയോഡിക് മോഷനകത്ത് തന്നെ ഒത്തിരി കാറ്റഗറി വരുന്നുണ്ട്. ഈ പീരിയോഡിക് മോഷനിൽ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് ഓസിലേറ്ററി മോഷൻ അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ? മക്കളെ, നിങ്ങൾ ഊഞ്ഞാലാടുന്ന സന്ദർഭം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഊഞ്ഞാലാടുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? അങ്ങോട്ട് പോകുന്നു അല്ലെ? ഊഞ്ഞാലില് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മോഷനാണ് അല്ലെ ഊഞ്ഞാലാടുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഓസിലേഷൻ, അല്ലെങ്കിൽ അത് തന്നെയാണ് ആ ടു ആൻഡ് ഫ്രോ മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോ ഓസിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ ആണ്. ഓൾസോ ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ? ടു ആൻഡ് ഫ്രോ മോഷൻ എന്നത് പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയണം. അത്തരം മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈ സ്ലൈഡിൽ ഞാൻ ഓസിലേഷന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ തൊട്ട് താഴെ കിടക്കുന്ന ഫിഗർ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഓസിലേഷന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ഇവിടെ എന്താ, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഫിഗർ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ? ഓസിലേഷൻ പറയുമ്പോൾ സിമ്പിൾ പെൻഡുലം പറയാതെ പോകാൻ പറ്റില്ല. നമ്മുടെ ഊഞ്ഞാലിന്റെ അതേ സന്ദർഭം തന്നെയാണ് സിമ്പിൾ പെൻഡുലത്തിലും വരുന്നത്. എന്താ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ബോബിനെ ഒരു സ്ട്രിങ്ങിൽ ടൈ ചെയ്ത് ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന അപ്പാരറ്റസിനെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് അല്ലെ? ഈ സിമ്പിൾ പെൻഡുലത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഊഞ്ഞാലാട്ടി വിടുന്നത് പോലെ ഒന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് ഒന്ന് ഒരു മോഷനിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെ മൂവ് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അവിടെ നടക്കും. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ നടക്കുന്നതും എന്ത് തരം മോഷനാണ്? ഓസിലേറ്ററി മോഷനാണ്. അപ്പൊ ഞാൻ അതൊന്ന് സിമ്പിൾ പെൻഡുലത്തിന്റെ ആ ഒരു മോഷൻ ഒന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രിങ്ങിൽ ഒരു ബോബ് ഫിക്സ് ചെയ്യുന്നു അല്ലെ? ഈ ബോബിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ ബോബ് കണ്ടോ, ഈ ഒരു ബോബ് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഒരു പൊസിഷനിലോട്ട് എത്താം. അതായത് ഈ പൊസിഷനിൽ നിന്നും ബോബ് ദാ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. തിരിച്ചു വീണ്ടും എന്ത് ചെയ്യും? ഈ ബോബ് ഈ തിരിച്ച് വീണ്ടും ദാ ഇവിടെ എത്തുന്നു, തിരിച്ചു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലെ? അതായത് ദാ ബോബ് ഈ സെക്ഷൻ ഈ ഒരു പൊസിഷനിലോട്ട് വരും. തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? ഇത് തിരിച്ച് വീണ്ടും ഇതിന്റെ ഈ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിൽ പോയി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു മീൻ പൊസിഷനിൽ നിന്നും അങ്ങോട്ട് പോയി, തിരിച്ച് വീണ്ടും ആ പൊസിഷനിലെത്തി, വീണ്ടും ബാക്കിലോട്ട് പോയി, തിരിച്ച് വീണ്ടും ഈ പൊസിഷനിലോട്ട് എത്തി അല്ലെ? അപ്പോ ഇവിടെ ഈ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുമുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് ഓസിലേഷൻ അഥവാ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിലും ഊഞ്ഞാലിലും ഇനി ഒരു ട്യൂണിംഗ് ഫോർക്കിലും ഒക്കെ നടക്കുന്നത് ഇത്തരം ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് കിടക്കാം. നോക്കിയേ, എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? എന്താണ്? ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ. ഒബ്ജക്ട് എങ്ങനെ മൂവ് ചെയ്യുന്നു? ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നു അറ്റ് റെഗുലർ ഇന്റർവെൽ അല്ലെ? പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ റെഗുലർ ഇന്റർവെൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? അപ്പൊ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ടേമും കൂടെ വേണം, ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് മനസ്സിലായല്ലോ? അതായത് ഈ ഇപ്പൊ സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പൊസിഷനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു മീൻ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ.
ഓക്കെ, അപ്പൊ എന്താണ് ഓസിലേഷൻ, അല്ലെങ്കിൽ ഓസിലേഷൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ ഊഞ്ഞാലാടുന്നതും ഈ സിമ്പിൾ പെൻഡുലത്തിൽ നടക്കുന്നതും. സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പെൻഡുലം ക്ലോക്കും എക്സാമ്പിൾ ആയിട്ട് പറയാം. പെൻഡുലം ക്ലോക്കിൽ നടക്കുന്നത് എന്ത് തന്നെയാണ്? ഓസിലേറ്ററി മോഷൻ ആണ്. അപ്പൊ ഇതെല്ലാം ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ ഓസിലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓസിലേഷനുമായി ബന്ധപ്പെട്ട് കുറെ ടേംസ് വരുന്നുണ്ട്. ഈ ടേംസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓസിലേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആദ്യത്തെ ടേം ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഈ ഒബ്ജക്റ്റിന് സഞ്ചരിക്കാൻ സാധിക്കുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ ആദ്യം ഒരു നല്ലൊരു ഫോഴ്സ് കൊടുത്തൊന്ന് ആട്ടിവിടും അല്ലെ. അപ്പോ ഈ ഇരിക്കുന്ന ആള് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ പോകും, അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലോട്ട് പോയിട്ടായിരിക്കും തിരിച്ച് ഈ മീൻ പൊസിഷനിലോട്ട് വരുന്നത്. അപ്പോ അങ്ങനെ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ പെൻഡുലം ആണ്, വീണ്ടും ഞാൻ സിമ്പിൾ പെൻഡുലം വെച്ച് റെപ്രസെന്റ് ചെയ്ത് തരാം. ഇതിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിക്കുമ്പോൾ ഈ സിമ്പിൾ പെൻഡുലം മാക്സിമം എന്താ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടാണ് തിരിച്ച് മീൻ പൊസിഷനിലോട്ട് വരുന്നതെങ്കിൽ ഇത്രയും ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് എന്തായി മാറുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറുന്നത്. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എ. അപ്പോൾ സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ അല്ല, സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ച് വേണം ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു? എന്താണ് ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറയണം, ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്താണ്? നോക്കൂ മക്കളെ, ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്. ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ. അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓസിലേഷനെ പറ്റിയിട്ടാണ്. ഓസിലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് ടേം ആണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ സിമ്പൽ പഠിച്ചു, പിന്നെ അതിന്റെ യൂണിറ്റും പഠിച്ചു. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ് അല്ലെ, ഒരു പെൻഡുലം 1 മിനിറ്റ് കൊണ്ട് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. എന്താ ഈ 30 ഓസിലേഷൻ എന്ന് പറയുന്നത്? ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നിന്ന് മീൻ ചെയ്യുന്നത്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മുകളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ടു മോഷനിൽ പോകുന്നു, തിരിച്ച് വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്നു, ബാക്കിലോട്ട് പോകുന്നു, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തുന്നു. ഇപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയത്. അല്ലാതെ ഒരു എൻഡിലോട്ട് പോയിട്ട് തിരിച്ച് മീൻ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വരുന്നത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ആയോ? ആയില്ല. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ 1 സൈക്കിൾ എന്നൊക്കെ പറയും. 1 ഓസിലേഷൻ എന്നോ 1 സൈക്കിൾ എന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ 1 ഓസിലേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മുന്നോട്ട് പോകണം, ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തണം, തിരിച്ച് പുറകിലോട്ട് വരണം, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ അഥവാ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഈ ഓസിലേഷനെ, അതായത് നമ്മളിപ്പോൾ ടു ആൻഡ് ഫ്രോ എന്നല്ലേ പറഞ്ഞത്, ഇതിനെ നേരെ വേവിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ അത് കാണിക്കുന്നുണ്ട്, എന്നാലും ഞാൻ ഇവിടെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് തരാം. വേവ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ക്രസ്റ്റ് ഉണ്ടാവണം, ഒരു ട്രഫ് ഉണ്ടാവണം. ഇതാണ് ഒരു സൈക്കിൾ അഥവാ ഒരു വേവ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേവ് മോഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, എന്നാലും ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഓസിലേഷൻ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ, ക്വസ്റ്റ്യനിൽ പറയുന്നത് 1 മിനിറ്റിൽ 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. എന്നാൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിതിനെ എങ്ങനെ നമുക്കിതിന് ആൻസർ ചെയ്യാം നോക്കിയേ. 30 ഓസിലേഷന് അല്ലെ, 30 ഓസിലേഷന് 1 മിനിറ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം
ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, മിനിറ്റ് അല്ല, സെക്കൻഡ് ആണ്. അപ്പൊ 1 മിനിറ്റിനെ നമ്മൾ എന്തിലോട്ട് മാറ്റി, സെക്കൻഡിലോട്ട് മാറ്റി 60 സെക്കൻഡ് എന്നുള്ളത് കിട്ടി. അതായത് ജസ്റ്റ് നമ്മുടെ ബേസിക് മാത്തമെറ്റിക്സ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇവിടെ നമ്മൾ പീരീഡ് എന്താണെന്നോ ഫ്രീക്വൻസി എന്താണെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇനി അടുത്ത സ്ലൈഡുകളിലാണ് പരിചയപ്പെടുന്നത്. ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 30 ഓസിലേഷന് 60 സെക്കൻഡ്സ്, എന്നാൽ ഒരു ഓസിലേഷന് എത്ര സെക്കൻഡ്സ് എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 60 സെക്കൻഡ്സിനെ എത്ര ഓസിലേഷൻ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. മൊത്തം 60 സെക്കൻഡ്സ്, ആ 60 സെക്കൻഡ്സിനെ നമ്പർ ഓഫ് ഓസിലേഷൻസ് 30 അല്ലെ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇവിടെ 30 അല്ലേ, ആ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് 2 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പീരീഡ് എന്നോ ഫ്രീക്വൻസി എന്നോ ഒന്നും നമ്മൾ ആ ടേംസ് ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ബേസിക് മാത്തമെറ്റിക്സ് ഉപയോഗിച്ച് ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ടേംസ്, ഇപ്പൊ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞോളൂ അല്ലെ, ഓസിലേറ്ററി മോഷനിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന ടേം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടേമിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് പീരീഡ്. പീരീഡ് അഥവാ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്നോ ഷോർട്ടായിട്ട് പീരീഡ് എന്നോ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ടൈം പീരീഡ് അല്ലെങ്കിൽ എന്താണ് പീരീഡ് എന്ന് നോക്കാം. The time taken for one oscillation is called period. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഓസിലേഷൻ അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഓസിലേഷന് എടുക്കുന്ന ടൈം. ഇവിടെ ഓസിലേഷൻ ആയതുകൊണ്ടാണ് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞത്. വേവ് അല്ലെങ്കിൽ നമ്മൾ ജനറലി നമുക്ക് എങ്ങനെ പറയാം, ഒരു സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, അല്ലെങ്കിൽ ഒരു വേവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു, ആ ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് അഥവാ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പീരീഡ്? ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ പീരീഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ടൈം ആണല്ലേ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതുകൊണ്ട് തന്നെ പീരീഡിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും, ടൈമിന്റെ യൂണിറ്റ് ആയിരിക്കും സെക്കൻഡ് അല്ലെ. ടൈമിന്റെ SI യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ആണ് പീരീഡിന്റെ SI യൂണിറ്റ്. പീരീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ T ആണ്. കാരണം നമ്മൾ ടൈം പീരീഡ് എന്നല്ലേ പറയാം. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ടാണ് നമ്മൾ പീരീഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പീരീഡ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ സിമ്പൽ പറഞ്ഞു, പിന്നെ യൂണിറ്റ് SI യൂണിറ്റും പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ രണ്ട് ടേമാണ് ഡിസ്കസ് ചെയ്തത്, ആംപ്ലിറ്റ്യൂഡും പീരീഡും. ഇനി അടുത്ത ടേമാണ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആവുന്ന നമ്പർ ഓഫ് ഓസിലേഷനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പീരീഡ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പീരീഡ് എന്താ പറഞ്ഞത്, ഒരു ഓസിലേഷന് എത്ര ടൈം എടുക്കുന്നു. ഫ്രീക്വൻസി അതിന്റെ നേരെ തിരിച്ചാ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ആവുന്നു അല്ലെങ്കിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റഡ് ഇൻ എ സിംഗിൾ സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് സെക്കൻഡ് എന്നൊക്കെ പറയുന്നതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നോക്കിക്കേ, ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ F ഉപയോഗിച്ചിട്ടാണ്. ഫ്രീക്വൻസിയുടെ സിമ്പൽ എന്താണ്, നമ്മൾ ഓരോ ടേം പഠിക്കുമ്പോഴും സിമ്പല് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഇപ്പൊ ഫ്രീക്വൻസിയുടെ സിമ്പല് സ്മോൾ ലെറ്റർ F ആണ്. ഇനി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അറിയണ്ടേ? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ്. അപ്പോൾ ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് കയറി വരാം, യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ടും എല്ലാ ടേംസിന്റെയും യൂണിറ്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. രണ്ടാമത് പഠിച്ചത് പീരീഡ് ആണ്, പീരീഡിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇപ്പൊ പഠിച്ചത് ഫ്രീക്വൻസി, ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഫോർമുലയും കൂടെ നോക്കാം. അതായത് ഈ ഫ്രീക്വൻസിയും ടൈം പീരീഡും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലെ, റെസിപ്രോക്കൽ ആണെന്ന് മനസ്സിലായി കാണാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓസിലേഷന് എടുക്കുന്ന ടൈം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ്, എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവരുടെ റിലേഷൻ എന്താ, ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ, ഒരു ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. കണ്ടോ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു 1/t. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/f. ക്ലിയർ ആണോ? അപ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 1/t ചെയ്യണം, ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ 1/f ചെയ്യണം. ഓക്കെ,
അല്ലെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. അതായത് നമ്പർ ഓഫ് ഓസിലേഷൻസ് തന്നിരുന്നാൽ ഇത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു, എഫ് കണ്ടുപിടിക്കേണ്ട ഫോർമുല n/t ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ്. നമ്പർ ഓഫ് ഓസിലേഷൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ t/n, അതായത് ടോട്ടൽ ടൈമിനെ എന്ത് ചെയ്തു, നമ്പർ ഓഫ് ഓസിലേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം പീരീഡ് കിട്ടും. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഏകദേശം ഇതേപോലെ വരുന്നതാണ് അല്ലേ. നോക്കിയേ, ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്, അതായത് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ 1 minute, അഥവാ നമ്മൾ 60 seconds എന്ന് എടുത്തു അല്ലെ. 60 seconds ആണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം? ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്ത് കണ്ടുപിടിക്കാനാണ്? ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് അല്ലെ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ലേ ടൈം പീരീഡ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച ഫോർമുല എന്താ? ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാ പഠിച്ചത്? ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇതല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചത്, അത് വെച്ച് ചെയ്ത് നോക്കിയേ. അപ്പൊ ഈ ഫോർമുല വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? ടോട്ടൽ ടൈം നമുക്ക് 60 seconds ആണ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് 30 ആണ്, അങ്ങനെ നമുക്ക് 2 seconds എന്ന് കിട്ടുന്നു അല്ലെ. അത് നേരത്തെ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ചെയ്തു. ഇപ്പോൾ കൃത്യമായിട്ട് ഫ്രീക്വൻസിയുടെയും ടൈം പീരീഡിന്റെയും ഒക്കെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഈ 4 ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/f, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു n/t എന്നൊരു ഫോർമുലയും കൂടെ ഉണ്ട്. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, t/n. ഇത്രയും ക്ലിയർ ആണോ? ഫ്രീക്വൻസിയും ടൈം പീരീഡും ആംപ്ലിറ്റ്യൂഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ചില റിലേഷൻസ് ആണ് നോക്കേണ്ടത്. അതായത് നമ്മൾ സിമ്പിൾ പെൻഡുലം പഠിച്ചല്ലേ, ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്തും അതിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് അവിടെ നടക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ലെങ്ത് കുറയ്ക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ഓഫ് പെൻഡുലം ആൻഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വെൻ ദ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോ ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അത് നമുക്ക് ബേസിക് ആയിട്ട് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മൾ നല്ല നീളമുള്ള ഒരു സ്ട്രിങ്ങിലാണ് ഒരു ബോബ് ടൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് ഒന്ന് മൂവ് ചെയ്യിച്ചാൽ അത് അവിടെ നടക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് കുറവായിരിക്കും. പതുക്കെ മാത്രം മൂവ് ചെയ്യുന്ന ആ ഓസിലേഷന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ വളരെ ചെറിയ സ്ട്രിങ്ങിൽ ഒരു ബോബ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ അത് ഒത്തിരി സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യും. ഇത് നമുക്ക് ബേസിക് ആയിട്ട് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഒരു പെൻഡുലത്തിന്റെ, ഈ പെൻഡുലം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വിങ്ങിന്റെ കേസിലും ചോദിക്കാം അല്ലെ, സ്വിങ്ങിന്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? അല്ലെങ്കിൽ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ചേഞ്ച് വരുന്നുണ്ട്. എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു, ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നു. ക്ലിയർ ആണോ? അപ്പോ റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ഓഫ് പെൻഡുലം ആൻഡ് ഫ്രീക്വൻസി എങ്ങനെയാണ്? വെൻ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ക്ലിയർ? നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പീരീഡും ഫ്രീക്വൻസിയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു, അല്ലെങ്കിൽ പീരീഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നു. ഓക്കെ, അവര് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ആസ് ദ പീരീഡ് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. അതുകൊണ്ടാണ് എഫ് ഇസ് ഈക്വൽ ടു 1/t എന്നും ടി ഇസ് ഈക്വൽ ടു 1/f എന്നൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേംസ് ഒരുവിധം എല്ലാമായി, ഓസിലേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് നമ്മളെല്ലാം പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു, പിന്നെ ടൈം പീരീഡ് പറഞ്ഞു അല്ലെ. ടേംസ് എല്ലാം ആയി. അവർ തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ഒരു ടോപ്പിക്കാണ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവാം. When an object vibrates freely, it vibrates in its innate frequency. This is the natural frequency of that object. ഒരു ഒബ്ജക്റ്റിനെ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടാൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വിട്ടാൽ അത് എന്ത് ചെയ്യും? അത് അതിന്റെ സ്വന്തം നമ്മൾ ഇടയ്ക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഫോഴ്സിൽ മൂവ് ചെയ്യും അല്ലെ. നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഒത്തിരി ആംപ്ലിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഒത്തിരി ദൂരം മൂവ് ചെയ്തിട്ട് വരും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്
പുറത്തുനിന്ന് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അത് അതിന്റെ ഇനേറ്റ് സ്വന്തമായിട്ട് ഒരു ഫോഴ്സും ഇല്ലാതെ അതിന്റെ ഇനേറ്റ് ഫ്രീക്വൻസിയിൽ അത് മൂവ് ചെയ്യും, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. ആ ഇനേറ്റ് ഫ്രീക്വൻസിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്? സ്വന്തമായിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. അതിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വിട്ടാൽ അത് എന്തായിരിക്കും? ആ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ ഈ ഒരു ഇനേറ്റ്, ഞാൻ പറഞ്ഞില്ലേ എല്ലാ വസ്തുക്കൾക്കും ഇനേറ്റ് ഫ്രീക്വൻസി ഉണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്ട്? ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ലെങ്ത് എന്ന് പറയുമ്പോൾ സൈസ് അല്ലെ, ലെങ്ത് എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നതും ഏകദേശം സിമിലർ സെൻസ് ആണ്. അപ്പോൾ ലെങ്തും അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ആ ഒബ്ജക്റ്റ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ മെറ്റീരിയലിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ 4 ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യാൻ. എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി, പിന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയൽ, ആ ഒബ്ജക്റ്റ് നിർമ്മിതമായിട്ടുള്ള മെറ്റീരിയലിന്റെ നേച്ചർ എന്താണ്. അങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെ, ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായിട്ടുണ്ടാകുന്ന ഇന്നേറ്റ് ഫ്രീക്വൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ആ പേര് തന്നെ ഉണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അതിന് സ്വന്തമായിട്ട് ഉള്ളതല്ല. നമ്മളിപ്പോൾ ഒരാളെ ഫോഴ്സ് ചെയ്യിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ നിർബന്ധപ്രകാരം ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യുന്നതാണ് അല്ലെ, അതാണ് ഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ മൂവ് ചെയ്യിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വൈബ്രേഷൻ ആണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കുമോ? അല്ല, അതിന്റെ സ്വന്തമായിട്ടുള്ള ഫ്രീക്വൻസിയിലായിരിക്കില്ല. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസിയിലായിരിക്കും, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സിനെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫ്രീക്വൻസിയുടെ ബേസിസിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടേബിളിൽ നമ്മുടെ ഫോൺ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിൽ തന്നെ ഒരു കപ്പ് ഓഫ് ടീ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ആ ടീയിലോ അല്ലെങ്കിൽ വാട്ടറിലോ ചെറിയൊരു വൈബ്രേഷൻ, അത് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക്. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടാവും. ഈ ട്യൂണിംഗ് ഫോർക്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്സ് ഉണ്ട് അല്ലെ. ആ ട്യൂണിംഗ് ഫോർക്കിൽ എഴുതിയിരിക്കുക അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, അപ്പൊ 512 ഹെഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫ്രീക്വൻസി അതെന്താണെന്ന് എഴുതിയേക്കും. അപ്പൊ ഞാനിപ്പോ ഒരു 512 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യിച്ചിട്ട് ഈ ടേബിളിൽ വെക്കുമ്പോൾ ഈ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. അതായത് ഞാൻ പുറത്തുനിന്നൊരു ഫോഴ്സ് അല്ലെ, പുറത്തുനിന്ന് കൊണ്ടുവച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടാണ് ഈ ട്യൂണിംഗ് ഫോർക്കിനെ ഈ ഒരു ടേബിളിലോട്ട് വെച്ചത്. അപ്പോൾ ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന് സ്വന്തമായിട്ടൊരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കില്ല, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട് കാരണം മറ്റൊരു ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നു. വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ എക്സൈറ്റ് ചെയ്യിച്ചിട്ട് ഈ ടേബിളിൽ വെക്കുമ്പോൾ ഈ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ കൊണ്ടുവച്ച വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. ഇതിന്റെ സ്വന്തം ആയിരിക്കില്ല, ഈ നമ്മൾ എക്സ്റ്റേണലി വെച്ച വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വൈബ്രേഷനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ടോപ്പിക്കാണ് റെസൊണൻസ്. അതായത് ഈ നമ്മളിപ്പോൾ 2 ടേംസ് പഠിച്ചു അല്ലെ, ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി, ഒന്ന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടേം ആണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെസൊണൻസ് എന്ന് നോക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു എല്ലാ വസ്തുക്കൾക്കും അതിനെന്തുണ്ട്, സ്വന്തമായിട്ട് ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നേറ്റ് ഫ്രീക്വൻസി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസിയും പറഞ്ഞു, ഫോഴ്സ്ഡ് വൈബ്രേഷനും പറഞ്ഞു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് അല്ലെ, അതിന്റെ ഫ്രീക്വൻസി ഈ വസ്തുവിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയുമായിട്ട് ഈക്വൽ ആയി വന്നാൽ, അതെപ്പോഴും സംഭവിക്കില്ല, ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിട്ട് വന്നാൽ അവിടെ നടക്കുന്ന ഫിനോമിനനാണ് റെസൊണൻസ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ വൈബ്രേഷൻ മാക്സിമം അവിടെ നടക്കുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷനിൽ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ലൗഡർ ആയിട്ട് അത് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഇൻ റെസൊണൻസ്. അപ്പോൾ എന്താണ് റെസൊണൻസ് എന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജെക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജെക്ട്സ് ആർ ഈക്വൽ, ദ ഒബ്ജെക്ട്സ് ആർ സെറ്റ് ടു ബി ഇൻ റെസൊണൻസ്. അതായത് നമ്മളിപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് ഒരു ടേബിളിന്റെ പുറത്ത് വെച്ച് ടേബിളിന്റെ പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു സന്ദർഭം പറഞ്ഞില്ലേ. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്കിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ സെയിം ആവുകയാണെങ്കിൽ, അങ്ങനെ സെയിം ആവുന്ന കണ്ടീഷനിൽ ഇവിടെ നടക്കുന്ന ഫിനോമിനനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ സെയിം ആവണം? ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ എന്തിലോട്ടാണോ ഫോഴ്സ് ചെയ്യുന്നത് ആ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആവുന്ന കണ്ടീഷനിൽ അവിടെ എന്ത് സംഭവിക്കും? റെസൊണൻസ് സംഭവിക്കും. ഈ റെസൊണൻസ് സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതാണ് ഇമ്പോർട്ടന്റ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നോർമലി ഇത് ഒരു നോർമൽ വൈബ്രേഷൻ ഉണ്ടാവും. എന്നാൽ റെസൊണൻസ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് രണ്ടിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവിടെ ഒരു മുഴക്കം പോലെ അല്ലെങ്കിൽ ഒരു സൗണ്ടോട് കൂടിയൊക്കെ വൈബ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ഹിറ്റ് ചെയ്തിട്ട് ടേബിളിൽ വെക്കുമ്പോഴത്തേക്കും നോർമലി വൈബ്രേഷൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ. റെസൊണൻസ് കണ്ടീഷൻ ആണെങ്കിൽ ഒരു സൗണ്ടോട് കൂടി, കാരണം അവിടെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ്, അപ്പോൾ സൗണ്ടോട് കൂടിയിട്ട് ഒരു വൈബ്രേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലാക്കണം. റെസൊണൻസ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓൾറെഡി നോക്കിയതാണ്. പിന്നെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കണ്ടു. ഇപ്പോൾ പഠിച്ച ഫിനോമിനനാണ് റെസൊണൻസ്. റെസൊണൻസും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഇപ്പോൾ പഠിച്ച ഫോഴ്സ്ഡ് വൈബ്രേഷനും അല്ലെങ്കിൽ റെസൊണൻസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിനൊക്കെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ MRI സ്കാനിങ്. MRI സ്കാനിങ്ങിൽ ഉപയോഗിക്കുന്നത് ഈ റെസൊണൻസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒക്കെയാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് റേഡിയോ ട്യൂണിങ്. നമ്മൾ ഓരോ ചാനൽ നമ്മൾ ഇങ്ങനെ ട്യൂൺ ചെയ്ത് എടുക്കത്തില്ലേ, അപ്പൊ ആ റേഡിയോ ട്യൂണിങ്ങിൽ വരുന്നത് എന്താ? റെസൊണൻസ് തന്നെയാണ്. നെക്സ്റ്റ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിത്താർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം എക്സെട്ര. ഒട്ടുമിക്ക എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും എന്ത് കണ്ടീഷനാണ് വരുന്നത്? റെസൊണൻസ് കണ്ടീഷൻ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? അതിൽ നിന്നും മ്യൂസിക് കേൾക്കുന്നത്. ഇനി സ്റ്റെതസ്കോപ്പ് യൂസ്ഡ് ടു ലിസൺ. അപ്പൊ സ്റ്റെതസ്കോപ്പും എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? റെസൊണൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഫോഴ്സ്ഡ് വൈബ്രേഷനും അല്ലെങ്കിൽ റെസൊണൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ അതേപോലെ ഇൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ട്രംപറ്റ്സ് ആൻഡ് നാഗസ്വരം. അതായത് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും റെസൊണൻസ് കണ്ടീഷൻ വരുന്നുണ്ട്. പിന്നെ MRI സ്കാനിങ്ങിലും റേഡിയോ ട്യൂണിങ്ങിലും ഒക്കെ, പിന്നെ സ്റ്റെതസ്കോപ്പിലും ഇവിടെ എല്ലാം റെസൊണൻസും ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, എക്സാമിന് ചോദിക്കാൻ